നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ മന്ത്രി കൃഷ്ണൻ കണിയാമ്പറമ്പിലിന്റെ ചരമവാർഷിക ദിനാചരണം നടത്തി. വിവിധ സ്കൂളുകളിൽ വാർഷികാഘോഷം നടന്നു. ബൊക്ക ജൂനിയേഴ്സ് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ശനിയാഴ്ച തുടക്കം. വാർത്തകളിലേക്ക് വിശദമായി. CPI ജില്ലാ സെക്രട്ടറിയും കൃഷിമന്ത്രിയുമായിരുന്ന കൃഷ്ണൻ കണിയാമ്പറമ്പിലിന്റെ ചരമവാർഷിക ദിനാചരണം മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. പുത്തനങ്ങാടിയിലെ കൃഷ്ണൻ കണിയാമ്പറമ്പിലിന്റെ വസതിയിൽ നടന്ന അനുസ്മരണ യോഗം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MR മോഹനൻ അധ്യക്ഷനായി. മുൻ MPയും മുതിർന്ന നേതാവുമായ CN ജയദേവൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ജില്ലാ കൗൺസിൽ അംഗം PK കൃഷ്ണൻ, മണ്ഡലം സെക്രട്ടറി VR മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറി SS ജയൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KV വിനോദൻ, മണലൂർ ലോക്കൽ സെക്രട്ടറി സാജൻ മുടവങ്ങാട്ടിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി PK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശശിധരൻ പൊറ്റേക്കാട്ട് പതാക ഉയർത്തി. കാഞ്ഞാണി വലിയപറമ്പിൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി. ബുധനാഴ്ച രാവിലെ ഗണപതി ഹവനം, ശുദ്ധികലശം, തുടർന്ന് ദൈവത്തിന് കളം എന്നിവയുണ്ടായി. വൈകിട്ട് വലിയ മുത്തപ്പന് കളം, ചെറിയ മുത്തപ്പൻ വീരഭദ്രസ്വാമി കളം, രാത്രി വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, തുടർന്ന് കരിങ്കുട്ടി സ്വാമി കളവും നടത്തി. വ്യാഴാഴ്ച രാവിലെ ഭഗവതി കളം, വൈകിട്ട് താലം, മേളം എന്നിവയുടെ അകമ്പടിയോടുകൂടിയ എഴുന്നള്ളിപ്പും, തുടർന്ന് ഭഗവതിക്ക് പറനിറയ്ക്കലും നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക, ഭഗവതിക്ക് രൂപക്കളം, ഭഗവതിക്ക് നൃത്തം, തുടർന്ന് വടക്കും വാതിക്കൽ കർമ്മം എന്നിവയും ഉണ്ടായിരുന്നു. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് VK ബാബു, സെക്രട്ടറി VK ബോസ്, ട്രഷറർ VB സിദ്ധാർത്ഥൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. മണലൂർ MLA മുരളി പെരുന്നല്ലി പദ്ധതി രേഖ പ്രകാശനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CB സുനിൽകുമാർ, റെജിന രാജു, MS സുജിത്ത്, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഷാജുദ്ദീൻ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK സുധർമ്മൻ, KS ധനീഷ്, ലതിക വത്സൻ, നിലേഷ് ജിത്ത്, ഷാലി സുധീർ, ശ്രുതി അജിത്ത്, PR സുശീൽ, ശ്രീജ സുജിത്ത്, ഷാജു പണിക്കവീട്ടിൽ, വി മുരളീധരൻ, ഷീന സുബ്രഹ്മണ്യൻ, നൌഫൽ വലിയകത്ത്, ഷെറീന ഷഹീർ, ഷൈജ ഉദയകുമാർ, ഷെഫീന, ഷബീർ അലി, സെക്രട്ടറി IP പീതാംബരൻ എന്നിവർ സംസാരിച്ചു.
അത് നമുക്ക് പരിഹരിക്കേണ്ടി വരും. അതാണ് വികസനം എന്ന് പറയുന്നത്. ഏതായാലും വികസന രംഗത്ത് ഒന്നിച്ചൊരു മുന്നേറ്റമാണ് നമ്മുടെ കേരളം നടപ്പാക്കുന്നതെന്ന് വാഴപ്പള്ളിക്കാർക്ക് പറയേണ്ട കാര്യമില്ല. വാഴപ്പള്ളി ഇന്ത്യ ഭാഗത്തു കൂടിയാണ് തെക്ക് വടക്ക് നീണ്ടു കിടക്കുന്ന നേഷകൈവേ അഭിവൃദ്ധിയാണ് കടന്നു പോകുന്നത്. അത് ഒത്തിരി ഉപേക്ഷിച്ചു പോയ പദ്ധതിയായിരുന്നു. കേരളത്തിലെ ആഫീസ് പോലും പൂട്ടി അത് ഡൽഹിക്ക് പോയി. 2016 പിണറായി വന്ന് ഡൽഹിയിൽ പോയി ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ പാത യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ മുമ്പ് വലിയ പ്രതിബന്ധമാണ്. നമ്മുടെ വികസനത്തിന് വേണ്ടി, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ കഴിയുമായിരുന്ന 5800 കോടി രൂപ നമുക്ക് ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. മാങ്ങാട്ടുകര കാഞ്ഞാണി ശ്രീ രുദ്രമാല അന്നപൂർണേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന തോറ്റമ്പാട്ട് മഹോത്സവം ഭക്തിനിർഭരമായി. ബുധനാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, കലശപൂജ, മഹാമൃത്യുഞ്ജയ ഹോമം, കലശാഭിഷേകം, ഉഷപൂജ, തുടർന്ന് മുത്തപ്പൻ രൂപക്കളം, അന്നദാനം എന്നിവ നടത്തി. വൈകിട്ട് ആശാന പത്മക്കളം, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവയുമുണ്ടായി. വ്യാഴാഴ്ച രാവിലെ വിശേഷാൽ പൂജ, വീരഭദ്രസ്വാമിക്ക് കളം, തുടർന്ന് അന്നദാനവും നടത്തി. ഉച്ചയ്ക്ക് കരിങ്കുട്ടി സ്വാമിക്ക് പത്മക്കളം, വൈകിട്ട് ദേവിമാർക്ക് പട്ടും താലിയും ചാർത്തൽ, തുടർന്ന് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധനയ്ക്ക് ശേഷം പറനിറയ്ക്കലും നടന്നു. രാത്രിയിൽ എഴുന്നള്ളിപ്പ്, ദേവിയുടെ രൂപക്കളം, പാടി കുടിയിരുത്തൽ എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സുഭാഷ് മാപ്രാണം, സെക്രട്ടറി വിപിൻ മാങ്ങാട്ടുകര, ട്രഷറർ ഷാജി, വൈസ് പ്രസിഡന്റ് സെന്നി, ജോയിന്റ് സെക്രട്ടറി സുരേഷ് മാപ്രാണം, രക്ഷാധികാരി വേണു, കൺവീനർമാരായ പ്രണവ്, വിജിൽ, അക്ഷയ് കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അന്തിക്കാട് KGM-LP സ്കൂളിലെ 125-ാം വാർഷിക ജൂബിലിയും അധ്യാപക രക്ഷാകർതൃ യാത്രയപ്പ് സമ്മേളനവും ആഘോഷിച്ചു. മികച്ച ജില്ലാ കളക്ടർ അവാർഡ് ജേതാവും കുട്ടികളുടെ പ്രിയങ്കരനുമായ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേകിച്ച് പോസ്റ്റർ ഞാൻ നോക്കിയിട്ടുണ്ടായി. നമ്മുടെ കുട്ടികളുടെ LSS സ്കോളർഷിപ്പ്, കലോത്സവം, സ്പോർട്സ്, മറ്റെല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നല്ലൊരു പെർഫോമൻസാണ് ഇവിടെ ഈ LP സ്കൂൾ തലത്തിൽ തന്നെ കാണിക്കുന്നത്. അത് നല്ല ഒരു വിശേഷമാണ്. കൂടാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ട് വലിയ നിലയിലെത്തി നിൽക്കുന്നവരുണ്ട്. ഒരുപാട് പാരമ്പര്യമുള്ള ഒരു സ്കൂൾ തന്നെയാണ് നമ്മുടെ ഈ സ്കൂള്. ഈ ഒരു ആനുവൽ ഡേയുടെ ആഘോഷം തന്നെ ഒരുപാട് പേര് പങ്കെടുത്തുകൊണ്ട് നല്ലൊരു ഉത്സവ പ്രതീതിയായിട്ടാണ്
ഇന്നത്തെ ദിവസം ഇവിടെ നടക്കുന്ന ഒരുപാട് കുട്ടികളും പാരൻസും നാട്ടിലുള്ള എല്ലാവരും കൂടെ പങ്കുചേർന്നുകൊണ്ട് നാടിൻ്റെ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് ഈ ഒരു ആഘോഷം നടക്കുന്നത്. ഞാൻ ഈ ഒരു 2 മാസങ്ങളിൽ ഒരുപാട് ആനുവൽ ഡേയ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ അജിതകുമാരി ടീച്ചർ പറയുകയുണ്ടായി, സ്കൂൾ ആക്ച്വലി വെളിച്ചത്തിൽ വന്ന് കാണണം, അപ്പോഴാണ് ഈ ഒരു സ്കൂളിൻ്റെ ഭംഗി അതിൻ്റെ പ്രത്യേകത മനസ്സിലാവുന്നുള്ളത് പറയുകയുണ്ടായി. എനിക്കപ്പോൾ എന്തായാലും ഈ ഒരു ക്രൗഡ് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമുണ്ട്. കൂടാതെ തന്നെ തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു എല്ലാവരുടെയും ഒരു സ്നേഹമാണ് നമ്മളെയൊക്കെ എല്ലാവരും മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും വലിയൊരു ഊർജ്ജം തന്നെ. 125 വർണ്ണ ബലൂണുകൾ പറത്തിക്കൊണ്ട് 125-ാം വാർഷിക പരിപാടികൾക്ക് സമാപനമായി. മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അജിതകുമാരി AK മുഖ്യാതിഥിയായി സംബന്ധിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ അധ്യാപകരെയും മാധ്യമ പ്രവർത്തകരെയും ഉപഹാരം നൽകി ജില്ലാ കളക്ടർ ആദരിച്ചു. തൃശൂർ വെസ്റ്റ് AEO PJ ബിബു ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ രാജേഷ് ചുള്ളിയിൽ മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു, അന്തിക്കാട് ഹൈസ്കൂൾ അധ്യാപിക BR ഷില്ലി, OSA പ്രസിഡന്റ് TK മാധവൻ, റിട്ടയർഡ് അധ്യാപിക BS സ്മിത, ഈ വർഷം വിരമിക്കുന്ന അധ്യാപിക ഷൈനി, PTA പ്രസിഡന്റ് ലിയോ P ജോർജ്, സ്കൂൾ ലീഡർ മുഹമ്മദ് ഫർസീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വൈവിധ്യമാർന്ന പരിപാടികളും അരങ്ങേറി. നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ അതിപ്രാധാന്യമുള്ള പോണല്ലൂർ ദേശത്തെ തൃക്കുന്നത്ത് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഉത്സവ കമ്മിറ്റി ഏർപ്പെടുത്തിയ ക്ഷേത്ര കലാചാര്യ നന്ദീഗരുടെ പുരസ്കാരം മേളപ്രമാണിയായ ചെറുശ്ശേരി കുട്ടൻ മാരാർക്ക് കൈമാറി. 10,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സായി സഞ്ജീവനി ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തൃക്കുന്നത്ത് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീജിത്ത് വെളുത്തേടത്ത്, ട്രഷറർ ശ്രീകുമാർ കരിവള്ളി, പ്രമോദ് മാങ്കോര്, ഉണ്ണികൃഷ്ണൻ മാങ്കോര്, ഡോക്ടർ സജീവ് എന്നിവർ സംസാരിച്ചു. സമാധാനം വരണമെന്നുള്ള പ്രാർത്ഥനകൾ ഉയരുന്നത് ഈ ഭാരതത്തിൽ മാത്രമാണ്. കാരണം നമുക്കറിയാം, ഈ ലോകം ഉണ്ടായതിനു ശേഷം എത്രയോ സംസ്കാരങ്ങൾ, ഗ്രീക്ക് സംസ്കാരങ്ങൾ, മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, യവനന്മാരുടെ സംസ്കാരങ്ങൾ, എത്രയോ സംസ്കാരങ്ങൾ ഉദയം ചെയ്തു. ഉള്ളവന്റെ പ്രത്യയശാസ്ത്രമുണ്ടായി, ഇല്ലാത്തവന്റെ പ്രത്യയശാസ്ത്രമുണ്ടായി. പക്ഷേ ഇതിനെല്ലാം മുമ്പ് തന്നെ ഈ ലോകത്ത് നിലനിന്നിരുന്ന ഒരേ ഒരു സംസ്കാരം, അത് ഭാരതത്തിന്റെ സംസ്കാരമായിരുന്നു. പക്ഷെ ഈ സംസ്കാരങ്ങളെല്ലാം ഏറ്റുവാങ്ങിയതിനേക്കാൾ എത്രയോ മടങ്ങ് ആക്രമണങ്ങളും ചവിട്ടിതേക്കലുകളും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ഇന്നും ഈ സംസ്കാരം അതേപോലെ നിലനിൽക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം നിലനിൽക്കേണ്ടത് ഈ സനാതന ധർമ്മം കൊണ്ടാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ആരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉജ്ജ്വല മാതൃകകൾ സൃഷ്ടിച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന പരിപാടി സ്നേഹപാഠം 2026 തിങ്കളാഴ്ച രാവിലെ 10-ന് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിക്കും. സിവിൽ സർവീസ് പരീക്ഷ ലക്ഷ്യം വയ്ക്കുന്ന വിദ്യാർത്ഥികളും കളക്ടറുമായി സംവാദം, പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികളെ ആദരിക്കൽ, പഠനത്തിൽ പിന്നിലായിരുന്ന കുട്ടികളെ സ്നേഹപാഠം ക്ലാസുകളുടെ മുൻനിരയിലെത്തിച്ച മാതൃസംഘം പ്രതിനിധികളെ ആദരിക്കൽ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. PB ജോഷി, EV ജോഷി, ദിനേശ്, ബിജോയ് എറണാകുളത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കീർത്തി മനുഷ്യാവകാശ സമിതി സംസ്ഥാന കമ്മിറ്റി മനുഷ്യാവകാശ സംഗമവും
കാരുണ്യ സ്പർശവും സമാദരണ സദസ്സും സംഘടിപ്പിക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 വലപ്പാട് അനുഗ്രഹ ഹാളിലാണ് ചടങ്ങ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CC മുകുന്ദൻ MLA പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യും. മുൻ MLA പ്രൊഫസർ KU അരുണൻ മുഖ്യപ്രഭാഷണം നടത്തും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മുഖ്യാതിഥിയാകും. ഭക്ഷ്യക്കിറ്റ് വിതരണം തൃപ്പേക്കുളം സുരേഷ് എമ്പ്രാന്തിരിയും വിത്ത് വിതരണം മികച്ച കർഷകനായ മനോജ് കല്ലിങ്ങലും നിർവഹിക്കും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും. ചടങ്ങിൽ മതസൗഹാർദ്ദ സംഗമവും ഭക്ഷ്യക്കിറ്റ് വോക്കിംഗ് സ്റ്റിക്ക് വിതരണവും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കീർത്തി മനുഷ്യാവകാശ സമിതി സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ചൂലൂക്കാരൻ, സംസ്ഥാന കൗൺസിൽ അംഗം PB അഷഫ് ഖാൻ, അബ്ദുൽ നാസർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ബൊക്ക ജൂനിയേഴ്സ് അഖില കേരള സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ഈ മാസം 14 മുതൽ 20 വരെയാണ് ടൂർണമെന്റ് നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13-ന് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക SN കോളേജ് മാനേജർ PK പ്രസന്നൻ മുഖ്യാതിഥിയാകും. വലപ്പാട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മോഹനൻ, P വിനു, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. മനപ്പള്ളി സരള ശേഖരൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും ചിറ്റിലപ്പള്ളി ആന്റണി മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ളതാണ് ടൂർണമെന്റ്. ഈ മാസം 20-ന് വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA സമ്മാനദാനം നിർവഹിക്കുന്ന ചടങ്ങിൽ മണപ്പുറം ഫിനാൻസ് ചീഫ് PRO സനോജ് ഹെർബർട്ട് മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ലാൽ കച്ചില്ലം, PS ബിജോയ്, KS മണികണ്ഠൻ, PSP നസീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മറ്റു വാർത്തകൾക്ക് മുമ്പായി ഇടവേള. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16-ന് തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും
ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപുര. വീണ്ടും വാർത്തകൾ നോക്കാം. വലപ്പാട് ഉപജില്ലയിലെ 2025-26 വർഷത്തെ ഏറ്റവും നല്ല അധ്യാപികയ്ക്കുള്ള വന്നേരി ചന്ദ്രശേഖരൻ മാസ്റ്റർ അവാർഡിന് നാട്ടിക എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ശലഭ ജ്യോതിഷ് അർഹയായി. നടുവിൽക്കര ബോധാനന്ദ LP സ്കൂളിലെ വാർഷികാഘോഷത്തിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് അവാർഡ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഗോപിദാസ് വന്നേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് നൽകുക. ഈ വർഷത്തെ സംസ്ഥാന മികച്ച NSS പ്രോഗ്രാം ഓഫീസറായി ശലഭ ജ്യോതിഷ് അർഹയായിരുന്നു. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. തൃപ്പയാർ ഫ്രണ്ട്സ് ക്രിയേറ്റീവ് ഫോറം 40ാം വാർഷികം ഞായറാഴ്ച ആഘോഷിക്കും. ഉച്ചയ്ക്ക് 2-ന് നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് ചടങ്ങ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാഹിത്യകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ബാലകൃഷ്ണൻ അഞ്ചത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംവിധായകൻ അമ്പിളി മുഖ്യാതിഥിയാകും. ഓട്ടംതുള്ളൽ കലാകാരൻ പഴുവിൽ ഗോപിനാഥ്, കവി രാമചന്ദ്രൻ വേളേക്കാട്ട്, മുൻകാല വോളിബോൾ താരം ബാലൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. റെയിൽവേ ഉദ്യോഗസ്ഥനായ പിതാവ് വീരമംഗലത്ത് മൊയ്തീന്റെ സ്മരണയ്ക്കായി മകളും കവിയത്രിയുമായ നോമി കൃഷ്ണ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കവി രാമചന്ദ്രൻ വേളേക്കാട്ടിന് സമ്മാനിക്കുക. പെരിങ്ങോട്ടുകര സീതാശ്രമം സ്ഥാപകൻ പരമസാരബിന്ദു അനുഗ്രഹ സന്ദേശം നൽകും. ഫ്രണ്ട്സ് ക്രിയേറ്റീവ് ഫോറം നടത്തിയ കഥാരചനാ മത്സരത്തിൽ വിജയിച്ച ഇരിഞ്ഞാലക്കുട ബാബുരാജിനെ ചടങ്ങിൽ അനുമോദിക്കും. ജോസഫ് ഓടക്കാലിക്കാണ് 2ാം സമ്മാനം. ചടങ്ങിൽ ഗായകൻ രവീന്ദ്രൻ ആനേശ്വരത്തിന്റെ നേതൃത്വത്തിൽ സീതാശ്രമം ഗായക സംഘം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഫ്രണ്ട്സ് ക്രിയേറ്റീവ് ഫോറം ചെയർമാൻ ഫ്രാൻസിസ് വടക്കൻ, സെക്രട്ടറി കെ ദിനേശ് രാജ, ട്രഷററും കോർഡിനേറ്ററുമായ നോമി കൃഷ്ണ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും നടത്തി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. ബിനു ഉദ്ഘാടനം ചെയ്തു. പാഠ്യേതര വിഷയങ്ങളിലുള്ള മികവ് തെളിയിച്ചവരെ ആദരിക്കലും അതോടൊപ്പം തന്നെ 109ാം വാർഷികാഘോഷം ആദരിക്കലും അതിനേക്കാൾ എല്ലാം ഉപരി ഏറ്റവും മഹത്തരമായൊരു പരിപാടിയാണ് സല്യൂട്ട് ദ പേരന്റ്. ഈ കുഞ്ഞുമക്കളെ എത്രയും പ്രാപ്തരാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ആ രക്ഷിതാക്കൾക്കുള്ളൊരു അംഗീകാരം കൂടിയാണ് ഈ പരിപാടി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ മക്കളെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും സ്കൂളിലേക്ക് വിടുന്നതും അതുപോലെ തന്നെ അവരെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിച്ച് നമ്മൾക്ക് അവരെ കൊണ്ടുണ്ടാവേണ്ട ഗുണങ്ങളെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സ്കൂളിലേക്ക് അയക്കുന്നത്. നമ്മുടെ അധ്യാപകർ അവർക്ക് നല്ല പരിശീലനം കൊടുക്കും. അതോടൊപ്പം തന്നെ വീട്ടിൽ വരുമ്പോൾ നമ്മളും അവരെ പരിശീലിപ്പിച്ചും കൊണ്ടാണ് അവർ ഈ ഉയർച്ചയെല്ലാം നേടിയെടുക്കുന്നത്. അപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളെ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങ് വെച്ചതിൽ തന്നെ വളരെ സന്തോഷം. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ തോമസ് മാഷ് മാനേജറായിരിക്കുമ്പോൾ തോമസ് മാഷ്ക്ക് അറിയാം എങ്ങനെയാണ് ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അവിടുത്തെ അധ്യാപകരായാലും രക്ഷിതാക്കളെ ആയാലും എങ്ങനെ നല്ല നിലയ്ക്ക് കൊണ്ടുപോകാനായിട്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഇവിടെ ഈ ആദരിക്കല്. PTA പ്രസിഡന്റ് ഡോക്ടർ ചീതു ഷെറീൻ അധ്യക്ഷത വഹിച്ചു. എൻഡോമെന്റ് വിതരണം EK തോമസ് നിർവഹിച്ചു. പ്രധാനാധ്യാപിക CJ ജെന്നി, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ സജിനി മുരളി, 1ാം വാർഡ് മെമ്പർ സനി രാജു, 4ാം വാർഡ് മെമ്പർ സിദ്ദിഖ് PM, OSA പ്രസിഡന്റ് NK വിജയകുമാർ, മാതൃസംഘം പ്രസിഡന്റ് ഷൈബ ബിജു, PTA വൈസ് പ്രസിഡന്റ് നിമിഷ, ഗ്രേസ് കിഡ്സ് പ്രധാനാധ്യാപിക നൈസി ഷാജി, സ്റ്റാഫ് സെക്രട്ടറി PR പ്രിയ, പ്രോഗ്രാം കൺവീനർ EP ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു.
നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേയും വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സിന്തറ്റിക് ട്രാക്ക് ഉള്ളത് 200 മീറ്ററിൻ്റെ സിന്തറ്റിക് ട്രാക്ക്. അപ്പോൾ അത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു. പക്ഷേ അത് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പരിപാടിക്ക് വന്ന ഈ ഒരു ഭാഗത്ത് ഒരു ഔദ്യോഗിക വിഷയമായിട്ട് വന്ന സമയത്തായിരുന്നു ഇവിടുത്തെ സിന്തറ്റിക് ട്രാക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മുന്നേയും കഴിഞ്ഞ വർഷം എനിക്ക് ഇവിടുന്ന് ഇൻവൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗിക തിരക്കുകൾ കാരണം വരാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം വരാൻ സാധിച്ചു. അതിനുള്ള സന്തോഷമാണ് ഞാൻ അറിയിച്ചത്. ഈ തീരദേശം വേല വെച്ച് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പല ബാക്ക്ഗ്രൗണ്ടിലുള്ള പഠിക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുകൾ ചലഞ്ചസ് എല്ലാം നല്ല ഒരു നമുക്ക് തന്നെ ഒരു ഊർജ്ജമായിട്ട് മാറിക്കൊണ്ട് നമുക്ക് നല്ലോണം പഠിച്ച് നമുക്ക് എന്താണോ വിചാരിക്കുന്നത് അതിലോട്ട് നമുക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കണം. PTA പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷനായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PI സജിത എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു. സീനിയർ അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി സ്മിത MS, വിരമിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് അധ്യാപിക KV വിജയകുമാരി, മുൻ പ്രിൻസിപ്പാളും ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായ KH സാജൻ, സൈക്കോളജിയിൽ ഹോണററി ഡോക്ടറേറ്റ് നേടിയ മുൻ MPTA പ്രസിഡന്റ് ഷീജ ഉല്ലാസ് എന്നിവരെ ആദരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീന ഉണ്ണികൃഷ്ണൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് മെമ്പർ KK സന്തോഷ്, നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ബാലകൃഷ്ണൻ, SMC ചെയർമാൻ ഷീബ ശനീശൻ, തളിക്കുളം BPC ചിത്രകുമാർ, OSA പ്രസിഡന്റ് PK രാഹുലൻ, കൊടിയമ്പുഴ ദേവസ്വം സെക്രട്ടറി നാരായണൻ, MPTA പ്രസിഡന്റ് ശ്രീജ അജയകുമാർ, മുൻ പ്രധാനാധ്യാപിക PH ഷെരീഫ, PTA വൈസ് പ്രസിഡന്റ് ബിന്ദു ഉണ്ണികൃഷ്ണൻ, GFLP പ്രധാനാധ്യാപിക പ്രിയ MA, സ്റ്റാഫ് സെക്രട്ടറി ഹയർ സെക്കൻഡറി വിഭാഗം MB ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി VK ബഷീർ, ഹൈസ്കൂൾ വിഭാഗം പ്രധാനാധ്യാപിക ഷൈനി PV എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കണ്ടശങ്കടവ് 110 kV സബ്സ്റ്റേഷനിൽ നിന്നും 4 സെന്റ് നഗർ, വടക്കേ കാരമുക്ക്, മാമ്പുള്ളി, നടുവിൽക്കര എന്നീ സ്ഥലങ്ങളുടെ നിലവിലുണ്ടായിരുന്ന 33 kV സിംഗിൾ സർക്യൂട്ട് ലൈൻ ഡബിൾ സർക്യൂട്ട് ലൈനാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ലൈനിലൂടെ ഫെബ്രുവരി 16 മുതൽ വൈദ്യുതി പ്രവഹിച്ചു തുടങ്ങുന്നതാണെന്നും പൊതുജനങ്ങൾ ഈ ലൈനുമായി ബന്ധപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മുൻ മന്ത്രി കൃഷ്ണൻ കണിയാമ്പറമ്പിലിന്റെ ചരമവാർഷിക ദിനാചരണം നടത്തി. വിവിധ സ്കൂളുകളിൽ വാർഷികാഘോഷം നടന്നു. ബൊക്ക ജൂനിയേഴ്സ് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ശനിയാഴ്ച തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.